പശ്ചിമഘട്ട മലനിരകൾ എന്നെ മാടി വിളിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞായറാഴ്ചയല്ലേ, വെറുതെ വീട്ടിലിരുന്നിട്ട് എന്നാ ചെയ്യാനാണെന്ന് അവർ ചോദിക്കുന്നത്. ഞാനും ആലോചിച്ചപ്പോൾ ശരിയാ, വെറുതെ വീട്ടിലിരുന്നിട്ട് എന്നാ ചെയ്യാനാ. എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. ഏതെങ്കിലും മലയുടെ മണ്ടയ്ക്കൂടെയൊക്കെ കയറി കാഴ്ചയൊക്കെ കണ്ട് ഉച്ചയ്ക്ക് നല്ല നട്ടപ്പുറ വെയിലത്തെങ്ങ് തിരിച്ചു പോരാം. വാ, ഏതെങ്കിലും ഒരു മലയുടെ മേളിൽ കയറിയിട്ട് തന്നെ കാര്യം വന്ന്. നമുക്ക് സുശീല ചേച്ചിയുടെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറ്റം കയറാം. നമ്മൾ അറക്കുറത്ത് നിന്ന് കുളമാവൻ ഇടുക്കി റൂട്ടിൽ പയ്യെ കയറിക്കൊണ്ടിരിക്കുക തന്നെ ഉള്ളൂ. പയ്യെ കാഴ്ചയൊക്കെ ഉണ്ട്, റിലാക്സ് ചെയ്തങ്ങനെ. സുശീല ചേച്ചിയുടെ കടയിൽ വന്ന് 2 അപ്പം ഒരു ബീഫ് കറിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റാട്ടോ. ഈ സുശീല ചേച്ചിയുടെ ഹോട്ടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ തപ്പിയതിന് ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും. അതിൻ്റെ 30 കൂട്ടത്തിന് മേളിൽ കറികളൊക്കെ ആയിട്ടോ, ഉച്ചയൂണൊക്കെ സൂപ്പറാട്ടോ. നല്ല രുചികരമായ ഭക്ഷണമാണ്. നമ്മൾ മൂലമറ്റത്തുനിന്ന് കുളമാവിന് കയറ്റം കയറുമ്പോൾ 1 കിലോമീറ്റർ റോഡിൻ്റെ ഇട സൈഡിലായിട്ട് ഇപ്പോൾ ഹോട്ടലൊക്കെ നന്നായിട്ട് പണിതു. കൊള്ളാം, സന്തോഷം. അതിനെപ്പറ്റി ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ കിടപ്പുണ്ട്, ഊണൊക്കെ കറികളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് പറയാം. സൈക്ലിംഗ് വീഡിയോ അല്ലേ. കയറില്ല പാളയുമില്ല, ഞാനെങ്ങനെ വെള്ളം കോരും, ജീവൻ്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും. അടുത്ത വളവിലെ ഹില്ലിയക്വ കിട്ടും, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം. ഇനി ഈ വഴി അറിയാൻ പാടില്ലാത്തതുണ്ടെങ്കിൽ പറയാം. ഇത് നമ്മൾ തൊടുപുഴ ഇടുക്കി റോട്ടിൽ മൂലമറ്റം നിന്ന് കാട്ടിലോട്ട് കയറുന്ന ഇടുക്കി കയറുന്ന വഴിയാണ് ഇത്. ഈ ക്ലൈംബ് 10 കിലോമീറ്ററാണ്, 12 ഹെയർപിൻ ബെൻഡ്. കുഴപ്പമില്ല, നല്ല റോഡാണ്, രസമുണ്ട്. വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പുമുണ്ട്. പയ്യെ റിലാക്സ് ചെയ്ത് അങ്ങനെ കയറിക്കൊണ്ടിരിക്കാം. ഈ ഗ്രൂപ്പ് റൈഡും സോളോ റൈഡും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ സോളോ റൈഡ് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ആലോചിച്ച് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി റോഡിൻ്റെ സൈഡിലെ മരക്കുറ്റിയോടും മയിൽക്കുറ്റിയോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് പയ്യെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ റോഡിൻ്റെ മുകളിൽ ഈ വീണ്ടിപ്പുറത്ത് നിൽക്കണമെന്ന് കാണുമ്പോൾ ഒരു വട്ടൻ തന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് പോകണമെന്നൊക്കെ തോന്നും. നമുക്കെന്നാ പാട്, അത് ഭയങ്കര രസമാട്ടോ.
യുവച്ചനുണ്ടോ അവിടെ? അവിടെ ആണോ? ഉപ്പൂന്ന് വഴി ചെപ്പൂളം വഴി അങ്ങ് പോകാൻ നിർത്തണ്ട. ഇടയ്ക്കോടെ മൂലേക്കാട് അങ്ങനെ ഓഫ് റോഡ്. എന്നാൽ ആയിക്കോട്ടെ. നമ്മൾ 12 ഹെയർ പിൻ ബെൻഡ് വളവുകൾ കയറി നാടുകാണി എത്തി. അങ്ങനെ മലയുടെ ടോപ്പെത്തി. ഇനി എന്നാ വേണ്ടേ? നമ്മുടെ ഗ്രാമാശ്രമത്തിൻ്റെ ഇവിടുത്തെ കൂൾ ബാറൊക്കെ ഉണ്ട്, അവിടെ കയറിയിട്ട് മിൻറ്റ് ലൈം അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ നാടുകാണി വന്ന് ജോണച്ചൻ്റെ അടുത്തുനിന്ന് ഇച്ചിരി വെള്ളമൊക്കെ മേടിച്ചു. ഓക്കെ, താങ്ക് യു. അത് ബെസ്റ്റ്. നന്നായി വന്നത്. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് വിടാം അല്ലേ? ഉപ്പൂന്ന് വഴി. അല്പം സാഹസികമായിക്കോട്ടെ. സാഹസികമായിക്കോട്ടെ. റോഡിലേക്ക് വഴി വഴി കിടപ്പട്ടെ. കുളമാവ് ഡാം 1 കിലോമീറ്റർ ആണ് നവോദയ സ്കൂൾ. നമ്മൾ ഒരു മല കയറി വന്നു. ഇനി ആ മലയുടെ മേളിൽ കൂടെ തിരിച്ചറിയാം. ഇത് മുത്തിയൂരുണ്ട. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ടാണ് പോവാം. നേരെ ഇടുക്കി. ഇവിടെ നിന്ന് അടുത്തോട്ട് ഉപ്പുകുന്ന് വഴി നമുക്ക് പോവാം. ഉപ്പൂന്നിന് വഴി ചീനിക്കുഴിക്കുള്ള വഴി നേരെ താഴോട്ട്. ഇതിലെ മുറംകെട്ടിപ്പാറ എന്നൊക്കെ പറഞ്ഞ് ഒരു ഓഫ് റോഡുണ്ട്. അതങ്ങനെയൊന്ന് ഉപ്പൂന്നിലോട്ട് ചെല്ലും. അതിൽ കയറിപ്പോയി നോക്കാം. കാടൊക്കെ അനങ്ങണുണ്ടോ?
തള്ളിയാക്ക്. Very interesting. Yeah. Really interesting. അടിപൊളി രസമാട്ടോ. എൻ്റെ പൊന്നെ, ടയർ പഞ്ചറായിരുന്നാൽ മതി. റോഡൊക്കെ അങ്ങ് അതിലേക്ക് പോകുന്നുണ്ട്. ഇനി അതിലേക്കാണ് പോകണ്ടേ? നമ്മൾ കോൺക്രീറ്റ് റോഡിൽ എത്തിട്ടോ. അപ്പ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ തന്നെ ഒരു ഇത്തിരി അങ്ങോട്ടും കൂടെ മാറിയാൽ ഇനി എന്തൊക്കെ കാണാൻ കിടക്കണു എൻ്റെ ഡിങ്ക ഭഗവാനെ. മുറംകെട്ടിപ്പാറ ഉപ്പൂന്നിൻ്റെ അടുത്താണേ. ഇത് ഭയങ്കര സംഭവം കേട്ടോ. പണ്ടാരം ഉടനെങ്ങാൻ പോയാൽ തീർപ്പും തീരുമാനം. ഇങ്ങോട്ട് നോക്കിയേ, എൻ്റെ പൊന്നു. ഇനിയും നമ്മൾ കവർ ചെയ്യേണ്ട വഴി പറഞ്ഞാൽ ചിരിക്കല്ലേ. ഈ കുന്ന് കയറി കണ്ടാ, അപ്പുറത്തൊരു കുന്ന് കയറി ഒരു പാറ ഇങ്ങനെ നിൽക്കണണ്ട, അതാണ് ഇരുകല്ലും പാറ. ആ മല കയറി അപ്പുറത്ത് കയറുമ്പോൾ ചിലവ്. അത് കഴിഞ്ഞ് കലയന്താനി വഴി വീട്ടിൽ പോകണം. ഇന്നെൻ്റെ പരിപ്പിളകും. നോക്കാം. ഈ തന്നെത്താനെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞുകൊണ്ട് പോകില്ല. ഞാൻ പിന്നെ ആരോട് വർത്താനം പറഞ്ഞുകൊണ്ട് പോകാനാ? വെയിലുണ്ട്, ചൂടുണ്ട്, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഇത് വീട്ടിൽ നിന്ന് ഇതൊക്കെ കാണാൻ പറ്റുമോ? ഒന്നാം മല കയറി പോകണ്ടേ, രണ്ടാം മല കയറി പോകണ്ടേ. ഓ, ഉപ്പൂന്നിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത് ടാർ റോഡാട്ടോ. ഇത് കൊള്ളാട്ടോ. കാറിനൊക്കെ വന്ന് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണേ. ഉപ്പൂന്നിൽ നിന്ന് ഇങ്ങോട്ട് നല്ല വഴിയാട്ടോ. ടാറും കോൺക്രീറ്റ് ഒക്കെ ആയിട്ട് നല്ല രസമുള്ള വഴി. കാറും കൊണ്ട് വരാം. ഇവിടെ വന്നത് കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഇറങ്ങി വന്നത് ഉപ്പൂന്ന് മേളിൽ നിന്ന് ഇറങ്ങി വന്നത് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഇത് കൊള്ളാം, നല്ല രസം. അല്ലേ ചെപ്പോളം. മഡ് റോഡ് നല്ലൊരു ഫീലേ. അയ്യോ,
പിന്നെയും മഡ് റോഡ് തള്ളണ്ട വരും. നമുക്ക് തള്ളിക്കയറ്റാം. നമുക്ക് അങ്ങനെ വലിയ അഹങ്കാരമൊന്നുമില്ലല്ലോ. തള്ളണ്ട വന്നാൽ തള്ളിക്കയറ്റും. ചുമക്കണ്ടെന്ന് ചുമന്ന് കയറ്റും. ഇവിടെ അടുത്ത കളി വെളുപ്പിന് വന്നാൽ നല്ല രസമായിരുന്നില്ലേ, ചൂടേ. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഈ മിക്സഡ് സൂപ്പർ റോഡാട്ടോ സൈക്ലിങ്ങിന് ഫസ്റ്റ് സാധനം. എന്തൊരു ആംബിയൻസാന്ന് നോക്കിയേ ആ സ്ഥലം. ഇത് കണ്ടിട്ട് ഇവിടെ ഇച്ചിരി നേരം വിശ്രമിക്കാതെ പോകാൻ തോന്നുന്നില്ല. രണ്ട് മലയുടെ ചളുക്ക, കാറ്റിങ്ങനെ പറഞ്ഞു. ഇത് ആൽമരങ്ങൾ, ഇവിടെ ഓക്സിജൻ ഇവിടെ അല്ല, അവർ പറഞ്ഞാണെങ്കിൽ ഓക്സിജൻ വരുക. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഒന്ന് വിശ്രമിക്കാം. പിന്നെ നമ്മുടെ ഗോപ്രോ ചാർജ് ഇത്ര ഒതുങ്ങി, അതും ഒന്ന് കുത്തിക്കയറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തുടരാം. സമയമൊന്നും അധികമൊന്നും ആയിട്ടില്ല. ആ നേരെ കാണുന്ന കയറ്റമില്ലേ, അതാണ് വെണ്ണിയാനിക്ക് പോകുന്ന വഴി. നമ്മുടെ വിക്ടർ ജോർജ് മരണപ്പെട്ട ഉരുള് പൊട്ടിയ സ്ഥലമില്ലേ, അങ്ങോട്ട് പോകുന്ന വഴിയാണ് നേരെ വെണ്ണിയാനി. നമുക്കിവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് ചെപ്പൂടം. നല്ല ഉയരത്തിൽ കൂടെ നമ്മളീ പോകുന്നത് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് റൂട്ട്. സൈക്ലിങ്ങിന് മീൻസ് ഇത്തിരി ഓഫ് റോഡും എല്ലാം കൂടെ ചേർന്ന് ഒരു പാക്കേജായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റൂട്ടാണിന്ന് നമ്മൾ വളരെ യാദൃശ്യമായിട്ട് സെലക്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളാം, നല്ല റഫ് റോഡാണ്. ഇവിടുന്ന് കോൺക്രീറ്റ്, പക്ഷെ നല്ല സ്റ്റീപ്പാണ്, നോക്കി പോകണം. അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് ഉരുകിയിട്ട് നമുക്ക് ബ്രേക്ക് നഷ്ടപ്പെടും. ഞാൻ ശരിക്കും തല കുമ്പിട്ട് കിടക്കുക. ഇതേ ചെറിയ ഇറക്കമല്ല കേട്ടോ. നമ്മുടെ 1 കൊല്ലം ഓടാനുള്ള ബ്രേക്ക് പാഡ് തീർന്നു പോകും. നല്ല ഉരുകിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പറമ്പിപ്പോവും. അതുകൊണ്ട് കുറച്ചടാ തള്ളി ഇറക്കാം. അതാണ് ആരോഗ്യത്തിനും സൈക്കിളിൻ്റെ ആരോഗ്യത്തിനും നല്ലത്. ഉണ്ടോ ഇറക്കത്തിൻ്റെ കാഠിന്യം കൊണ്ട് റോഡ് മാന്തി ഇട്ടേക്കോ ടയർ തെന്നിപ്പോയിരിക്കാനേ. പോളിങ് ഇളകി കിടക്കുകയാണ്. ഇതിൽ സൈക്കിൾ തള്ളുമല്ലാതെ ഒരു മാർഗവുമില്ല. അന്നെ ചെപ്പോളെത്താറായ ദൂരമുണ്ട്. ചെപ്പോളല്ലേ? ഓക്കെ ഓക്കെ. അത് ആ ജംഗ്ഷൻ ഇവിടെ. ഞാൻ അവിടെ നിന്ന് പൂമാലെന്ന് അല്ല പന്നിമരത്ത് ഞാൻ കയറി വന്നിട്ടുണ്ടായിരിക്കില്ല. ആ പൂമാലെന്ന് ഇവിടെ നിന്ന് കയറി വന്നിട്ടുണ്ട്. നമ്മുടെ മേത്തൊട്ടി വഴി. അത് മേത്തൊട്ടി നേരെ പോയി ചെപ്പോളം. അവിടെ നിന്ന് കുറെ കൂടി പോയി കഴിഞ്ഞാൽ RC പള്ളിക്ക് പോകാം. നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ ഇരിയല്ലും പാറയൊക്കെ അത്
നേരെ പോയിട്ട് ഒരു ഇടവഴിയുണ്ട്, അതിൽ മുകളിലേക്ക് കയറി പോകണം. ഓക്കെ. എവിടെ നിന്ന് തന്നെ? ഞാൻ തൊടുപുഴയിൽ നിന്ന് മൂലാറ്റം വഴി ഇറങ്ങി ഇങ്ങനെ. ഇറങ്ങിയുള്ളതല്ലോ ഉണ്ടോ ഏട്ടാ? സോറി. Steep. I cannot. കയറ്റെന്ന് പറഞ്ഞ ജാതി. തള്ളിയിട്ടും കൂടെ കയറൂല. But I must accomplish the mission. Let's go to left. ചേടിപ്പാത പ്രത്യേക ഫീല്. താഴത്തെ ഒരു ബിൽഡിങ്. ഇവിടെ പാറയ്ക്ക് ചെരുവുണ്ട്, സൂക്ഷിച്ച് നിൽക്കണ്ട. ഇരുകല്ലും പാറ. മൂലക്കുടത്ത് ഞാൻ അത് നമ്മുടെ പൂമാല. നമ്മുടെ തൊടുപുഴ കാരിക്കോട് ഉണ്ടപ്ലാവ് ചേട്ടന്മാരെ ഇവിടെ വന്നപ്പോൾ കണ്ടുകൂട്ടി. ഇത്ര നേരം, അതെ അതെ, ഇത്ര നേരം മിണ്ടി പറയാൻ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ലേ? രാവിലെ തൊട്ട് ഈ മലയെ കൂടെ മുഴുവൻ നടന്നിട്ട് സന്തോഷമായി. വഴി പറയാം. ഇരുകല്ലും പാറയെന്ന് നമ്മൾ പറമ്പുകാട്ടുമല വഴി കലയന്താനി വഴി നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് പോകും. വെയിലാറി കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആഹാ, ടാർ റോഡിലെത്തി. ഇത് ശരിക്കും ഒരു ഭിത്തി പോലെ കേട്ടോ ഈ മല. അങ്ങേ വശവും ഇങ്ങേ വശവും താഴ്വാര, ഒരു കോട്ടഭിത്തി പോലെ. ബ്യൂട്ടിഫുൾ. യാ, മണല് ബീച്ചിൽ സൈക്കിൾ വിട്ട് കണക്കായി പോയല്ലോ. എൻ്റെ പണി സ്ലിപ്പ്. യാ, മണല്. ആ, എന്തൊരു ക്ലാസിക് സ്ഥലമാണ് ഇതൊക്കെ. എൻ്റെ പൊന്നു മാഷ ഇങ്ങോട്ട് നോക്കിയതേ, ഒരു സൈഡ് അവിടെയും കൊക്ക ഇവിടെയും കൊക്ക. ഇതൊരു വലിയ നീളൻ ഭിത്തി മാതിരിയാണ്. ഞാൻ തിരിഞ്ഞു നിന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇതാ അവിടെയും താഴ്വാരം. എൻ്റെ ഹൈബ്രിഡ് സൈക്കിൾ വെറുതെ ചളുക്കി കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ശരിക്കും ഉണ്ടല്ലോ, മൗണ്ടൻ ബൈക്കുകാർക്ക് പറ്റിയ ഒരു ട്രാക്കായിരുന്നു കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഈ കടന്നു വന്ന ഉപ്പൂന്ന് സൈഡിൽ നിന്ന് തൊട്ട് ഇവിടെ ചെലവ് വരെയുള്ള ചെപ്പുകുളം വഴി പറമ്പുകാട്ടുമല വഴിയുള്ള ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ സെമി ഓഫ് റോഡ്, നല്ല ഭംഗി, കൊള്ളാം. മൗണ്ടൻ ബൈക്കുകാർക്ക്, മൗണ്ടൻ ബൈക്കാണേലും സൈക്ലിസ്റ്റുകൾക്കാണേലും
നല്ല സെറ്റപ്പാട്ടോ. വരൂ വരൂ എല്ലാവരും വരൂ. കുറച്ച് തള്ളണം കേട്ടോ, കാരണം ചവിട്ടാൻ വേണമെങ്കിൽ, പക്ഷേ ഉരുളങ്കല്ലടയ്ക്ക്. ഇവിടെ എല്ലാം നമ്മളാ ഈ മലഭിത്തിയെ കൂടെ ആയിട്ട് പോണ ഏട്ടവും വലവും കൊക്കയാ. കൃത്യം ഒരു കോട്ടയുടെ മേളിൽ കൂടെ പോകുന്നതാണ് കാണേ. നല്ല കിടുക്കാച്ചി ഇറക്കമാണല്ലോ. പയ്യെ പോവാം. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ താഴ്വാരത്തേക്ക് ഇറങ്ങുവാന്ന് തോന്നുന്നു. വിക്രമൻ സാറ് ഏതായാലും കുറച്ച് അക്രമമായി പോയി കേട്ടോ ഇന്നത്തെ. മൂലമറ്റത്തുനിന്ന് കുളമാവ് കയറി പാറമട ചെന്ന് ഉപ്പുകുന്നിറങ്ങി അവിടെ നിന്ന് മുറംവെട്ടി പാറ വഴി ഇറങ്ങി പിന്നെ വന്നിട്ട് മൂലേക്കാടുന്ന് ചെപ്പുകുളത്തിന് ഇത് മുഴുവനും ഇതുപോലുള്ള മലയുടെ മുകളിൽ കൂടെ ഓഫ് റോഡിൽ കൂടെ ഇരുകല്ലും പാറ വന്ന് പിന്നെ പറമ്പുകാട്ട് മലയുടെ മേളിൽ കൂടെ കലയന്താനിക്ക് ഇറങ്ങി തൊടുപുഴയ്ക്ക്. പരിപ്പളை ആരോട് പറയണ്ട. ഏതാണേ സന്തോഷമായി. മട്ടുത്തോന്നോ പിട്ടി വിട്ട്. ഓ സൂപ്പർ ടാറിങ്. ആ സൈഡ് ഏതാ ചേട്ടാ? വല സൈഡ് ആ താഴ്വാരം തട്ടക്കുഴ ഭാഗം. ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഉണ്ടോ അവിടെ? അത് കൊള്ളാലോ. ഞാൻ ഇവിടെ വെച്ച ഒരു ചങ്ങാതിനോട് പരിചയപ്പെട്ടു, റോബിൻ. അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു, സൈക്കിൾ വാർത്തകളൊക്കെ പറഞ്ഞു. 2.5 കിലോമീറ്റർ കൂടെ ഉണ്ട് താഴേക്ക്, കലയന്താനി. അപ്പോൾ എൻ്റെ ചാനലിൽ കണ്ടുമുട്ടു. ഓക്കെ. ഭീകര ഇറക്കം എന്ന് പറഞ്ഞാൽ ഭീകര ഇറക്കമാണ് കേട്ടോ. അയ്യോ, ബ്രേക്ക് സൂക്ഷിക്കണം. ഇവിടെയാണോ റോബിൻ ഇറക്കം? അതെ അല്ലേ? എന്നാ ആയിക്കോട്ടെ. തിരിച്ച് ലാൻഡ്. ഇപ്പൊ നമ്മുടെ ചെലവ് കലയന്താനി റോഡിലോട്ട് വന്നിറങ്ങി. ഉയ്യോ, ഇതൊരു സംഭവം കേട്ടോ. പറമ്പായിട്ടുമല്ല, കാരണം ഒരു 5-8 കിലോമീറ്റർ കോട്ടഭിത്തി മാതിരിയാണ് നിൽക്കുന്നത്, അപ്പുറം ഇപ്പുറം താഴ്വാരം. ഇത് നമ്മൾ ചിലവ് കലയന്താനി റോഡിലോട്ട് വന്ന് ഇറങ്ങി. അപ്പം വെച്ചാൽ ഈ മല ഇറങ്ങി, പറമ്പാട്ട് മല ഇറങ്ങി ഓടഞ്ഞു കേട്ടോ. തലവേ മൂലമറ്റത്ത് നിന്ന് കുളമാവ് കയറി ഉപ്പുകുന്ന് വഴി പിന്നെ അവിടെ നിന്ന് തൊട്ട് പറമ്പുകാട്ട് മല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഈ മലയുടെ ടോപ്പിൽ കൂടെ തന്നെ നമ്മൾ ഇവിടം വരെ വന്നത്. അടിപൊളി റൂട്ടാട്ടോ. മൗണ്ടൻ സൈക്ലിസ്റ്റുകാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ട്രാക്കാണിത്. ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഏതായാലും വീണ്ടും മറ്റ് വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്.